ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ആയത്തുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൻ്റെ ശ്രേഷ്ഠതകൾ കേട്ടാൽ മുഅ്മിനീങ്ങളായ ഓരോരുത്തരും അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. ഇസ്സത്തോടുകൂടി ജീവിച്ചു മരിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അഭിമാനത്തോടു കൂടി, ഒരിക്കലും നമ്മൾക്ക് ഒരിക്കലും ദഹിക്കാത്തൊരു കാര്യമാണ്, നമുക്കൊരിക്കലും കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ അഭിമാനത്തിന് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുക എന്നുള്ളത്. അത് ഉണ്ടാവുകയേയില്ല. നമ്മുടെ ഇസ്സത്തോടു കൂടി ജീവിച്ച് അതേ ഇസ്സത്തോടു കൂടി മരണപ്പെടാൻ, അതായത് നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്കുള്ള ഇസ്സത്ത്, അഭിമാനം അത് നിലനിൽക്കാൻ ഈ പറയുന്ന ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോളൂ പ്രിയപ്പെട്ടവർ. ഏതാണ് ആയത്തെന്ന് പഠിച്ചാലോ? ശുഹദാക്കളുടെ കൂലി കിട്ടി മരണപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ പറയാൻ പോകുന്ന ആയത്ത് ജീവിതത്തിൽ എന്നും പതിവാക്കുന്നവർക്ക് ശുഹദാക്കളുടെ കൂലി കിട്ടി മലക്കുകളുടെ കാവലിലുള്ള മരണം ലഭിക്കുമെന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ നല്ല പ്രതിഫലം വെച്ചിരിക്കുന്ന, ഇത്രയേറെ സുന്ദരവും അത്ഭുതവും നിറഞ്ഞ ഈ ആയത്തിൻ്റെ മറ്റു 8 വമ്പൻ നേട്ടങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വ അഫ്ളലുസ് സ്വലാത്തി വ അത്തമ്മുത് തസ്ലീം അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. ഈ ദുനിയാവിൻ്റെ തൊലിപ്പുറത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. ദുനിയവിയായ ഒരുപാട് കാര്യങ്ങൾ, ടെൻഷനുകൾ പോലെ ഒരുപാട് ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും കാവൽ ലഭിക്കാൻ സുന്ദരമായിട്ടുള്ള ഈ പറയാൻ പോകുന്ന ആയത്ത് വളരെയേറെ ഉപകാരപ്പെടും. ആദ്യം, ഇത് ഖുർആനിൽ നിന്നുള്ള സുന്ദരമായ ആയത്താണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താകാനാണ് സാധ്യത. എല്ലാവർക്കും അറിയാം. ഇതറിയില്ലാത്ത ആളുകൾ പിന്നെ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആയത്ത് ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് പറയാം. അതിനു മുമ്പ് 8 നേട്ടങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. 8 നേട്ടങ്ങൾ പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, വിശുദ്ധമാക്കപ്പെട്ട ഈ ആയത്ത് അഊദു ബില്ലാഹി സമീഇൽ അലീം എന്ന് ഓതി 3 പ്രാവശ്യം ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ, എന്നിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അന്നേ ദിവസം മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ട്. അവൻ മലക്കുകളുടെ കാവലിലായിരിക്കും. ചിന്തിച്ചു നോക്കണം. അവൻ മലക്കുകളുടെ കാവലിലായിരിക്കും. അങ്ങനെ മരണപ്പെടുമ്പോൾ ഷഹീദിൻ്റെ കൂലിയും ലഭിക്കുന്നതാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഒന്നാമത്തെ നേട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ വിഷമങ്ങൾക്കും, എല്ലാ വേദനകൾക്കും, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എന്ത് തന്നെയായാലും ഈ ആയത്ത് അതിന് മതിയാകുന്നതാണ്. ഈ ആയത്തിനെ മുറുകെ പിടിക്കുന്നവർക്ക് അല്ലാഹു മഞ്ഞുരുകി കളയുന്നത് പോലെ, മഞ്ഞുരുകി തീർക്കുന്നത് പോലെ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങളെ ഉരുക്കി ഉരുക്കി അല്ലാഹു ഇല്ലാതാക്കി കളയും. പക്ഷെ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഈ വിശുദ്ധമാക്കപ്പെട്ട ആയത്തിനെ മുറുകെ പിടിക്കുന്നവരാകണം, പതിവാക്കുന്നവരാകണം. ഒന്നാമത്തെ നേട്ടം അതാണ്. മഞ്ഞുരുകുന്നത് പോലെ പ്രയാസങ്ങൾ അല്ലാഹു ഉരുക്കി തീർക്കും. ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും. രണ്ടാമത്തെ നേട്ടം പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടു കൂടി ജീവിക്കണമെന്നും അതേ അഭിമാനത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിച്ചിട്ട് അവസാനം അതേ അഭിമാനത്തോടു കൂടി മരണപ്പെടണമെന്നും ആഗ്രഹമില്ലാത്ത ഒരാളും തന്നെ ഇല്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ, അഭിമാനത്തോടു കൂടി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിശുദ്ധമാക്കപ്പെട്ട ഈ പറയാൻ പോകുന്ന ആയത്തുകൾ, സുന്ദരമായ ആയത്തുകൾ, ഈ പറയാൻ പോകുന്ന ആയത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനത്തോടു കൂടി ഈ ദുനിയാവിൽ നിന്ന് ജീവിച്ചു മരിക്കാൻ അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത്,
ഈ ആയത്തുകൾ ഓതിയിട്ട് ഏത് കാര്യത്തിനിറങ്ങിയാലും വിജയമുറപ്പാണ്. ആ കാര്യം അല്ലാഹു തആല, അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു നസ്ർ അവിടെ ഉണ്ടാകും, സഹായം അവിടെ ഉണ്ടാകും. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ ആയത്തുകൾ കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും തൃപ്തിക്കും വേണ്ടി നിരന്തരമായിട്ട് ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിനിറങ്ങിയാലും വിജയമാണ്. ഇതാണ് മൂന്നാമത്തെ നേട്ടം. നാലാമത്തെ നേട്ടം, ഹമ്മ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഹമ്മ്, ടെൻഷൻ അള്ളാഹു തആല മാറ്റിത്തരും. മഹാനായ ഇമാം യാഫിഈ തങ്ങൾ പറയാണ്, ടെൻഷൻ അള്ളാഹു തആല മാറ്റിത്തരും ഈ ആയത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവർക്ക്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ടെൻഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പല ആളുകളും ഈ ടെൻഷൻ കാരണത്താലാണ് ആത്മഹത്യകളിലേക്കും മറ്റുമൊക്കെ പോകേണ്ടി വരുന്നത്. അപ്പോൾ ഈ ആത്മഹത്യകളിലേക്കൊന്നും ജീവിതം തള്ളിയിടാതെ നല്ല രൂപത്തിൽ ഹമ്മുകൾ മാറ്റാൻ സുന്ദരമായിട്ടുള്ള ആയത്തുകൾ ജീവിതത്തിൽ പതിവാക്കിക്കോളൂ. ടെൻഷൻ അല്ലാഹു തആല മാറ്റിത്തരും. എന്ത് ടെൻഷനും അല്ലാഹു തആല മാറ്റിത്തരും. അല്ലാഹു ഭാഗ്യം തരട്ടെ. അഞ്ചാമത്തെ കാര്യം, ലഹരി പോലുള്ള അഡിക്ഷനുകളിൽ നിന്ന് അല്ലാഹു തആല അവനെ കാത്ത് സംരക്ഷിക്കും. ഇത് ഓതുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം. ഒരു മനുഷ്യർക്ക് ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്, എന്താണ് ഓതേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പറയാൻ പോകുന്ന ആയത്തങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ലഹരിയിൽ നിന്ന് പരിപൂർണമായും ആ മനുഷ്യൻ ലക്ഷ്യം നേടാൻ സാധ്യമാകും. അതിന് അല്ലാഹു തആല അവൻ്റെ മനസ്സിലേക്ക് അതിനുള്ള ആഗ്രഹം ഇട്ട് കൊടുക്കുന്നത് ഖുർആനിൻ്റെ പവറാണ്. അത് ആയത്തുകളുടെ, അക്ഷരങ്ങളുടെ പവറാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ലഹരികളുടെ അഡിക്ഷൻ മാറാൻ. അതുപോലെ തന്നെ ഉറക്കം കിട്ടാത്ത ആളുകളുണ്ട്, ഉറങ്ങാതെ രാത്രിയൊക്കെ ഉറക്കമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ഒന്ന് ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് പല ആളുകൾക്കും അതിന് കഴിയാറില്ല എന്നുള്ളതാണ് സത്യം. പലരോട് മനസ്സു തുറന്ന് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്, ഉറക്കമില്ല ഉസ്താദെ, രാത്രിയിൽ കിടന്നാലും മറിഞ്ഞും തിരിഞ്ഞും കിടക്കാൻ ഉറക്കമില്ല, വെറുതെ കിടന്ന് കണ്ണു തുറന്ന് നേരം വെളുപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതം കടന്നു പോയിരിക്കുകയാണ് ഉസ്താദ് എന്ന് പറയുന്നവർ. അങ്ങനെയുള്ളവരോട് ഉറക്കം കിട്ടും പ്രിയപ്പെട്ടവരെ. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പറയപ്പെടുന്ന ആയത്തുകൾ ഓതി ഇൻഷാ അല്ലാഹ് കിടന്നാൽ നല്ല ഉറക്കം കിട്ടും. അതുപോലെ ആറാമത്തെ കാര്യമാണ് ഉറക്കം കിട്ടുമെന്നുള്ളത്. ഏഴാമത്തെ കാര്യം അക്രമങ്ങളിൽ നിന്ന് കാവലാണ്. അക്രമങ്ങളിൽ നിന്ന് കാവൽ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സംരക്ഷണം ഉണ്ടായിരിക്കും. ഒരാളും ആക്രമിക്കാൻ കടന്നു വരില്ല. അതുപോലെ എട്ടാമത്തെ കാര്യം, തീരുമാനങ്ങളിൽ ഖൈറാണോ എന്നറിയാൻ. അങ്ങനെ തീരുമാനങ്ങളിൽ ഖൈറാണോ എന്നറിയാൻ ഇസ്തിഖാറ നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരമുണ്ട് അല്ലേ? രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഇതിലേതാണ് ഖൈർ എന്നറിയില്ല, എൻ്റെ മനസ്സ് ഖൈറിലേക്ക് തോന്നിപ്പിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾ ഇസ്തിഖാറ നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരമുണ്ട്. ആ നിസ്കാരം നിസ്കരിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. നിസ്കരിച്ചതിന് ശേഷം ഈ വിശുദ്ധമാക്കപ്പെട്ട ആയത്ത് കൂടി ഒന്ന് ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഖൈർ ഏതാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അത് ഈ ആയത്തുകളുടെ പവറാണ്. പെട്ടെന്ന് ആയത്ത് ഏതാണെന്ന് പറയാം. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ 4 ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ. ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഈ സുന്ദരമായ സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ 4 ആയത്ത്, അതിൻ്റെ നേട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ
നമുക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ. നമ്മുടെ വിഷമങ്ങൾ, വേദനകൾ അള്ളാഹു മാറ്റിത്തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി കൊടുക്കട്ടെ. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഉടനീളം സന്തോഷവും സമാധാനവും അള്ളാഹു നൽകട്ടെ. വാഖിറു ദഅ്വതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.